ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഇന്റേണലാണ്. ഇന്റേണൽ ഇല്ലേ പിന്നെ എക്സ്റ്റേണൽ ഇല്ല. ഒരിടത്ത് ബോംബ് ഇടാം എന്നുള്ളത് ഇന്റേണലായിട്ട് തീരുമാനം എടുക്കണ്ടേ? മനസ്സല്ല തീരുമാനം എടുക്കുന്നത്. വേറെ ആരാ തീരുമാനിക്കുന്നത്? ഒരു വ്യക്തിയുടെ മനസ്സിലെടുക്കുന്ന തീരുമാനമല്ലേ ബോംബിടുക എന്നുള്ളത്. അപ്പൊ ഏതാണ്, ബോംബാണോ വലുത്, മനസ്സാണോ വലുത്? ബോംബ് ചിലപ്പം കൊണ്ട് ഇട്ടാലും പൊട്ടണം നിർബന്ധമില്ല. പക്ഷെ മനസ്സ് ഞാൻ തീരുമാനിക്കണം. വേറെ ആരും തീരുമാനിച്ചിട്ടും കാര്യമില്ല. ഈ പറയുന്നതെല്ലാം മനസ്സിന്റെ കാര്യമാണ്. ഒരു ബോധമില്ലാത്തവരെ പറയുള്ളൂ ഫിസിക്കലായിട്ട് കാര്യങ്ങളാണ് വലിയ കാര്യം. അതല്ല, മനസ്സാണ്. മനസ്സ് തന്നെയാണ് തീരുമാനിക്കുന്നത് എനിക്ക് രോഗമെന്നാ ഭേദപ്പെടുത്തണമെന്ന് വരെ. നിങ്ങൾ അതിനെ ഹാപ്പിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല ഹോർമോൺ ശരീരത്തിൽ അപ്പം തന്നെ ബ്രെയിൻ പ്രവർത്തിച്ചോളും. നിന്റെ മനസ്സെന്താണോ അതനുസരിച്ച് ബ്രെയിൻ പ്രവർത്തിക്കും. കാരണം ഇത് രണ്ടും ഒന്നാണ്. പക്ഷെ നീ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ബ്രെയിൻ പ്രവർത്തിക്കില്ല. അത്രേ ഉള്ളൂ. ഈ ചിന്തകളാണ് ഈ കെമിക്കൽസ് മുഴുവൻ, ഈ ഹോർമോൺസ് മുഴുവൻ ഉണ്ടാക്കുന്നത്. വേറെ ആരുമില്ല. അത് വേണ്ട പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കും. അല്ല, ഈ കളിക്കാരൊക്കെ നന്നായിട്ട് കളിക്കുന്നവരൊക്കെ ഒരു ദിവസം മോശമായിട്ട് ചെയ്തതന്നെ. അവന് പേടിയായി, ടെൻഷനായി. അത് കഴിഞ്ഞപ്പം പ്രവർത്തനം നടക്കില്ല, കളി നടക്കില്ല. കളിയുടെ വിജയം എന്ന് പറഞ്ഞാൽ പ്രഷറിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ശ്രീജ തന്നെ പറഞ്ഞില്ലേ, പണ്ടത്തെ പരിയുള്ള എനിക്ക് വ്യത്യാസം വന്ന് കുറേയൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്തേ പണ്ട് മാനേജ് ചെയ്യാണ്ടിരുന്നത്? ആ വ്യക്തി തന്നെയല്ലേ ഇതും. ഇപ്പോഴാണ് പഠിച്ചത് എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്. പഠിച്ചു കഴിഞ്ഞപ്പം ഇപ്പോഴും പഠനം 100% ആയിട്ടില്ല. 100% പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇന്നത്തെ അതെ ടോപ്പിക്കിനെ ഞാൻ പറ്റി പറഞ്ഞു ശ്രീജ പറ. അത് ഞാൻ അങ്ങനെ പ്രതികരിക്കുന്നില്ല. പക്ഷെ നമ്മള് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതി പുള്ളി പെരുമാറി കഴിയുമ്പോഴേ എനിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെന്തെങ്കിലും റിയാക്ട് ചെയ്യൂലേ അപ്പൊ ഇല്ലാത്തടത്തോളം. അല്ല, നമ്മൾ റിയാക്ട് ചെയ്യൂലെന്ന് ചോദിച്ചാൽ ഇത് ആരോടാ ചോദിക്കുന്നത്? എന്നോടാണ്. ഞാൻ റിയാക്ട് ചെയ്യാറില്ലെങ്കിലോ? തീർന്നില്ലേ? അപ്പൊ ആ ചോദ്യം പിൻവലിച്ച്. നമ്മൾ റിയാക്ട് ചെയ്യൂല എന്ന് ചോദിച്ചില്ലേ, ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അങ്ങ് എടുത്തിട്ടാക്കല്ലേ. ഇത് ആരുണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റാണ്? ഞാൻ അതിൻ്റെ അകത്ത് പങ്കുചേരുന്നില്ല, റീത്തായും പങ്കുചേരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ പ്രതികരിക്കുന്നങ്ങ് പറഞ്ഞാൽ കഥ കഴിഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു പ്രതികരിക്കാൻ? അപ്പൊ നീ അനുഭവിച്ചു. അല്ല, പഴയ പോലെ അങ്ങനെ വലിയ അല്ല, ഒരു ഞാൻ അങ്ങനെ സാറാമ്മൻ പറഞ്ഞ അങ്ങനത്തെ പോലെ കാര്യങ്ങളല്ല പറഞ്ഞത്. ഞാൻ ഒരു കൃത്യമായിട്ട് ഷാർപ്പായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പ്രതികരിക്കാന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആണെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടും. പ്രതികരിക്കാന്നുള്ള പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. പ്രതികരിക്കാന്ന് പറഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. ഒരാൾ എന്നോട് ചീത്ത പറഞ്ഞു, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന, ഞാൻ മിണ്ടാതിരിക്കുന്ന എന്റെ റെസ്പോൺസ് എങ്കിൽ തീർന്നു. അല്ല, ഞാൻ അവിടെ നിന്ന് നടന്നു പോയി. അല്ല, ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു പുള്ളി പറഞ്ഞോട്ടെ, പുള്ളിക്കൊരു സന്തോഷം കിട്ടിക്കോട്ടെ, അങ്ങനെയും പ്രതികരിക്കുക. അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഏൽക്കില്ല. അതിലെ ശ്രീപുത്തം പറഞ്ഞാണെന്ന് അറിയത്തില്ല. ഒരാള് തീക്കനൽ നമുക്കിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കൈയല്ലേ ആദ്യം പൊള്ളുന്നത്. എന്താ കാര്യം? എനിക്കിട്ടിപ്പോ ഒരാൾ തല്ലിക്കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് നോവുകയല്ലേ. അയാൾ തല്ലണം എന്നുണ്ടെങ്കിൽ അയാൾ എന്തിനാ പാടുപെട്ട് തല്ലുന്നത്? ഇല്ലേ? ഈ തല്ലുക എന്ന് പറഞ്ഞാൽ ഒരു പണിയല്ലേ. ആൾക്കാർക്ക് ചുമ്മാ ഇരിക്കുന്നതല്ലേ രസം. അയാൾ എന്തിനാ തല്ലുന്നത്? ആ തല്ലുന്നതിന് അയാൾക്കൊരു കാരണമുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്കൊരു പ്ലഷർ കിട്ടുന്നുണ്ട്. പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുന്നു. ചിലർക്ക് തല്ലിയാൽ പ്ലഷർ കിട്ടും.
ചിലർക്ക് എല്ലാം മറ്റാരെങ്കിലും സഹായിച്ചാൽ പ്ലഷർ കിട്ടും, ചിലർക്ക് രണ്ട് ചീത്ത പറഞ്ഞാൽ പ്ലഷർ കിട്ടും. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചെയ്യുന്നതിന് അതുകൊണ്ട് അവർ ചെയ്യുന്ന ആക്ഷൻ അവരുടെ ഒരു തീരുമാനം എടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ തീരുമാനം റൈറ്റാണ് അവർക്ക്. ലോകത്തിന് മുഴുവൻ റൈറ്റായിട്ടുള്ള തീരുമാനം ഒന്നുമില്ല. ഇപ്പം നമ്മൾ കോടതിയുടെ കേൾക്കുന്നതല്ലേ, കീഴ്ക്കോടതിയിൽ ഒന്ന് വിധിച്ചു, അതിൻ്റെ അടുത്ത ലെവലിൽ ചെന്ന് കഴിയുമ്പം വേറെ തരത്തിൽ വിധിച്ചു, അതിൻ്റെ മുകളിൽ ചെന്ന് കഴിയുമ്പം മൂന്നാമത് വേറെ തരത്തിൽ വിധിച്ചു. റൈറ്റ് റോങ് എന്ന് പറഞ്ഞൊരു സംഗതിയില്ല, ഓരോരുത്തർ ഈ പറയുന്ന പോലെയാണ് റൈറ്റും റോങ്. എനിക്ക് റൈറ്റ് ആണെങ്കിൽ എൻ്റെ റൈറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, വേറെ ആളുടെ റൈറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞു. ഇപ്പോൾ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അത് റൈറ്റ് തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് റൈറ്റാണ്, നിനക്ക് റൈറ്റ് ആയിരിക്കണം നിർബന്ധമില്ല. എൻ്റെ റൈറ്റ് അല്ല നിന്റെ റൈറ്റ്. ക്ലിയർ ആയോ? എൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഓക്കെ ഇറ്റ്സ് എ റൈറ്റ് ഡിസിഷൻ, എൻ്റെ മനസ്സ് പറഞ്ഞാൽ അത് റൈറ്റാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പറയുന്നത്, നിങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം റോങ് ആണെന്ന് എന്നോട് പറയാം. ഇല്ല, റോങ് അല്ല, എല്ലാം റൈറ്റാണ്. പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ എനിക്ക് തോന്നും ഞാൻ ചെയ്ത കാര്യം തെറ്റിപ്പോ, ആ പുള്ളി ചെയ്ത കാര്യം തെറ്റുന്നു. ഏതാ? എൻ്റെ പഴയ ആള്. അതെന്തിനാണ് ഇത് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? ചിന്തിച്ചിട്ടില്ലേ പ്രശ്നം വന്ന്? ചിന്തിച്ചാലും അതിന് തന്നെ ആ ചെയ്ത ആക്ഷനെ മാറ്റാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ ചിന്ത വേണ്ടാത്ത ചിന്തയല്ലെന്നാ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിനുള്ള ടെക്നിക്കാണ് നമ്മൾ എന്നും പറഞ്ഞു തരുന്നത്, ഹൗ ടു റിമെയിൻ ഓൾവേസ് ഹാപ്പി. അതുകൊണ്ടാണ് NLPയുടെ ഏറ്റവും വലിയ ബേസിക് പ്രിൻസിപ്പിൾ, തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. സങ്കടം തോന്നുന്ന ചിന്ത വേണ്ടെന്ന് വെക്കണമെന്നേ. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾ പറയുന്നതെല്ലാം സങ്കടം തോന്നുന്ന ചിന്തകളാണ്. ആ പുള്ളി ഇങ്ങനെയാണ്, ആ ഒരു കുടുംബത്തോടെ ഇങ്ങനെയാണ്. യെസ്, ആ ചിന്ത കറക്റ്റാണ്. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തീർന്നില്ല. പിന്നെ അപ്രൂവ് ഇല്ലല്ലോ, ഇപ്രൂവ് ഇല്ലല്ലോ. പിന്നെ ഇതിനെ വേറെ കാര്യം നിങ്ങൾ പറയുന്നു. ആ പുള്ളി അങ്ങനെയാണ്, യെസ്, അംഗീകരിച്ചു, തീർന്നു. പിന്നെ അതിനപ്പുറം തന്നെ ഇരിക്കുന്നത്, ഈ പുള്ളിക്കാരൻ ചീത്തയെ പറയുള്ളൂ. യെസ്, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചീത്ത പറയാ, നല്ലത് പറയാന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ചീത്ത പറയുന്ന സന്തോഷം നിങ്ങളും ചീത്ത പറഞ്ഞു. വിച്ചെവർ യു വാട്ട് എവർ യു ഡു ആൻഡ് യു ഗെറ്റ് സം ഹാപ്പിനെസ്, യു ഡു ദാറ്റ്. ആര് പറഞ്ഞു ചെയ്യേണ്ടെന്ന്? അയ്യോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, എന്നാ നീ ചെയ്യണ്ട. വേണ്ടെന്നേ. ഇറ്റ് ഈസ് അപ് ടു യു. ഈ പറയുന്നതാണ് പ്രശ്നം, വേണ്ടാതിനല്ലേ പറയുന്നത് മുഴുവൻ. നിനക്ക് ചെയ്യാൻ തോന്നുന്നത് ചെയ്തോന്നേ. നിനക്കിപ്പോൾ ഒരാൾക്കിട്ട് തല്ലാൻ തോന്നുന്നു, തല്ലിക്കോ. അയ്യോ തെറ്റില്ല, തെറ്റണമെങ്കിൽ നീ ചെയ്യണ്ട. ഇത് ആരുടെ ഈ പറയുന്നത്? നീ നിന്നോട് തന്നെയല്ലേ പറയുന്നത്. ഞാൻ വെറുതെ ഒരു വഴിപോക്കണില്ല, കേൾക്കുന്നത് മാത്രമല്ല. അയ്യോ ഞാൻ എൻ്റെ മക്കൾ അവനോട് ഇങ്ങനെ പറഞ്ഞത് തെറ്റല്ലേ, വേണ്ട, തെറ്റാണോ, വേണ്ട, ചെയ്യണ്ട. ശരിയാണോ, ചെയ്തോ. സാറേ എന്നാലും ചെയ്തു കഴിഞ്ഞാൽ അവൻ തിരിച്ചു തരില്ലേ, എന്നാ നീ ചെയ്യണ്ട. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. ദിസ് ഈസ് എ ഡിസ്കഷൻ ബിറ്റ്വീൻ ഐ ആൻഡ് മൈ മൈൻഡ്. ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് മുഴുവൻ മൈൻഡുമായിട്ടുള്ള ഡിസ്കഷനാണ്. കാരണം മൈൻഡ് അല്ലാതെ ആരാ നിന്നെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്ന ലോകത്തിൽ? ലോകത്തിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ? ആരും ഹെൽപ്പ് ചെയ്യാൻ നിന്നെ നീ അതല്ലേ തനിക്ക് താനും പരിക്ക് തൂണെന്ന് പറയാൻ. നിന്നെ സഹായിക്കാൻ നിന്റെ മനസ്സ് മാത്രമേ ഉള്ളൂ, വേറെ ആരും ലോകത്തിലില്ല. എന്തേ പറ, ഏതെങ്കിലും ഒരു അവസരം പറ. നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഹെൽപ്പിന്റെ കാര്യമില്ല പറഞ്ഞത്, മനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ. നിന്റെ മനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നിന്റെ മനസ്സ് മാത്രമേ ഉള്ളൂ,
വേറൊരു മനസ്സോടെ വരത്തില്ല. വേറെ ആൾ മനസ്സ് വന്നാലും നീ അംഗീകരിക്കാൻ പോണില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയെന്നൊക്കെ, പിന്നെ നിങ്ങൾ പറയും, അയ്യോ എൻ്റെ ഇന്നയാൾ മരിച്ചു പോയല്ലോ. അപ്പൊ അയാൾ പറയും, യെസ് മരിച്ചുപോയി, അത് യാഥാർത്ഥ്യമല്ലേ, നീ പറഞ്ഞു തന്നെ ശരിയാന്നാ പറയുന്നത്, അവിടെ വേറൊന്നും പറയല. അയ്യോ എൻ്റെ മനസ്സ് പറയും അയാൾ മരിച്ചു പോകാൻ പാടില്ലായിരുന്നല്ലോ. അപ്പൊ അയാൾ പറയും, നീ എന്നാ മണ്ടത്തിലാ പറയുന്നത്, മരിച്ചു പോയ കാര്യം മരിച്ചു പോകാൻ പാടില്ലായിരുന്നു പറഞ്ഞാൽ ഇതിന് അർത്ഥമുണ്ട്. അതാണ് ഇറാഷണൽ തോട്ട് എന്ന് പറയുന്നത്. ഇറാഷണൽ തോട്ടാണ് നമ്മുടെ മുഴുവൻ ഈ നെഗറ്റിവിറ്റിയിലൂടെ കൊണ്ടുപോകുന്നത്. ഇറാഷണൽ തോട്ട് ഉണ്ടാക്കുന്നവരാ നിന്റെ മനസ്സ് തന്നെ. ഉടനെ ആ തോട്ടിനെ കറക്റ്റ് ചെയ്യാന്നുള്ള നിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സേ ഇത് ഇറാഷണൽ തോട്ടാണ്. മരിച്ചു പോകാൻ പാടില്ലായിരുന്നല്ലോ എന്ന് നീ പറഞ്ഞല്ലോ, നീ എന്തിനാ അങ്ങനെ പറയുന്നത്? മരിച്ചു പോയല്ലോ, അത് അക്സെപ്റ്റ് ചെയ്തേ. പക്ഷെ അത് പാടില്ലായിരുന്നല്ലോ, പാടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ കാര്യിക്കുന്നത്. മഴ പെയ്യാൻ പാടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു, മഴത്തുള്ളി താഴേക്ക് വീണില്ലേ, ഇനി തിരിച്ച് കാർമേഘം അങ്ങോട്ട് എടുക്കുവോ? കാല് മുറിഞ്ഞ് നടന്നപ്പോൾ കല്ലേത്തിട്ട്, അയ്യോ കാല് മുറിയാം, ഞാൻ അതിലൂടെ നടക്കാൻ പാടില്ലായിരുന്നല്ലോ. മണ്ടത്തരമല്ലേ? ഈ മണ്ടത്തരത്തിന്റെ പേരാണ് സങ്കടം. വെളുക്കാൻ തേച്ചത് പാണ്ടായി, അയ്യോ ഞാൻ അങ്ങനെ വെളുക്കാൻ തേക്കാൻ പാടില്ലായിരുന്നല്ലോ. വെളുത്തു പോയാലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും? പാണ്ടായില്ല, ഇനി വല്ലതും ചെയ്യാൻ പറ്റുമോ? അതിന്റെ പേരാണ് അനുഭവിക്കുക എന്ന് പറയുന്നത്. അനുഭവിക്കാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. മിക്കവാറും എല്ലാവരും അനുഭവിക്കുകയുള്ളൂ. എന്നാ അനുഭവിക്കുക? അയ്യോ പാണ്ടായിപ്പോയേ, പാണ്ടായിപ്പോയേ, പാണ്ടായിപ്പോയേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പിടിക്കുക, അതാണ് അനുഭവിക്കുക എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യാന്ന് പറയാം, യെസ് വെളുത്തു, അത്രേ ഉള്ളൂ. ആരെങ്കിലും ചോദിച്ചാൽ പറയാം, ആ അത് ഞാൻ വിളിക്കാൻ വേണ്ടി തേച്ചാണ്, അത് പാണ്ടായിപ്പോയി. അത്രയും മണ്ടത്തരമൊക്കെ നീ കാണിക്കുക. അപ്പൊ ഈ മണ്ടത്തരമാണേലും ബുദ്ധിപരമാണെങ്കിലും സംഗതി നടന്നു, ഇനി പറഞ്ഞിട്ട് കാര്യം തീർന്നു. ബോൾഡായിട്ട് അത് അംഗീകരിക്കണം, പ്രശ്നം തീർന്നു. അപ്പൊ എവിടെയാ ഈ അൺഹാപ്പിനെസ് എന്നാണ് ഈ ചോദിക്കുന്നത്. ചിലരൊക്കെ തെറ്റ് വീണിട്ട് നടുപൊടിയാറല്ലേ. അതുപോലെ വന്നവര് മുഴുവൻ പറയും, അയ്യോ നീ അങ്ങ് തെറ്റുന്ന പ്രായത്തിൽ നീ ഇതിന് ചവിട്ടാൻ പോയേ, നീ ക്ലീനായിട്ട് ഇട്ടില്ല, അതിലെ തെറ്റ് വീണത്. യെസ്, ക്ലീൻ ആക്കിയില്ല, തെറ്റ് വീണു, നടുപൊടിഞ്ഞു. പിന്നെ എന്നാ അവിടെ ഇരിക്കുന്നത്? ഇനി ആശുപത്രി പോയി കിടക്കുക, 6 മാസം മലക്കിടപ്പോയി കിടക്കുക, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട്, യെസ്, അത്രേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? എന്നാ നീ പ്ലാസ്റ്റർ ഊരി കളഞ്ഞു, നടന്നു അങ്ങോട്ട്. അത് പറ്റിയല്ല, എന്നാ കിടക്കാം. അല്ലെങ്കിൽ നീ പറ, വേറെ സൊല്യൂഷൻ പറയാനേ. എനിക്ക് വേദനിക്കാൻ പറ്റുകയല്ല, എന്നാ നീ വേദനിക്കണ്ടെന്നേ. അയ്യോ വേദനിക്കാൻ ഇപ്പൊ വേദന ഉണ്ടല്ലോ, അപ്പൊ നീ അനുഭവിച്ചു. ഇങ്ങനെ ചോദിച്ച് ചോദിച്ചേ നമ്മുടെ ബുദ്ധിമുട്ട് മാറൂ. ഇല്ലെങ്കിൽ കരഞ്ഞോണ്ടിരിക്കും ജീവിതകാലം മുഴുവൻ. അപ്പൊ നിങ്ങളെപ്പോലെയുള്ളവർ പറയും, സാറ് ഇതൊക്കെ പറയാം, ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് പറയും. ആ യെസ്, എനിക്ക് പറയാൻ പറ്റും, അതുകൊണ്ടാ പറയുന്നത്. സാറിന്റെ പ്രശ്നം അല്ലാതെ സാർ ഇതൊക്കെ പറയുന്നത്? അയ്യാ എന്റെ പ്രശ്നമല്ല. സാറിന്റെ പ്രശ്നം ഇങ്ങനെ പറയുമോ? അതിപ്പോ വന്നു കഴിയുമ്പോഴേ പറയാൻ പറ്റുമോ? ഇപ്പൊ എങ്ങനെയാ പറയുന്നത്? സാറിന് അങ്ങനെ വന്നാ പറയുമോ എന്ന് ചോദിച്ചാൽ അത് ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ, അതിന് ഉത്തരവില്ല. സാറിന്റെ കാല് ഒടിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ നടക്കുന്നത്? അത് ഒടിഞ്ഞു കഴിയുമ്പോൾ അറിയാം എങ്ങനെയാ നടക്കുന്നത്. ഒടിഞ്ഞതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പറയുന്നു. ഒടിഞ്ഞ ആള് നടക്കുന്നത് എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്റെ കാല് ഒടിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടക്കുന്നത് പറയാൻ പറ്റില്ല. എല്ലാ കാര്യവും എങ്ങനെയാ? ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല, ആർക്കും പറഞ്ഞാലും കിട്ടുന്നില്ല, കേൾക്കുന്ന ആളും കിട്ടുന്നില്ല. നിങ്ങളുടെ ഇഷ്യൂ മുഴുവൻ ഇറാഷണൽ തോട്ടാണ് എഴുതി വെച്ചോടെ. നിങ്ങളുടെ ഇഷ്യൂ പോകണമെന്നുണ്ടെങ്കിൽ അതിനെ റാഷണൽ തോട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇറാഷണൽ തോട്ടിനെ റാഷണൽ ആക്കുക, തീർന്നു, പ്രശ്നം തീർന്നു. നിങ്ങളുടെ പ്രശ്നം ഇപ്പൊ ആലോചിച്ചു.
റാഷണൽ തോട്ടായി കഴിയുമ്പോൾ അത് റിയാലിറ്റി ആയി. റിയാലിറ്റി cannot ബി ചേഞ്ച്. ഇതിന്റെ കോർ എന്ന് പറഞ്ഞ സിമ്പിളാണ്. അതാ പറഞ്ഞ് ഇറാഷണൽ തോട്ടിനെ റാഷണൽ തോട്ടാക്കുക, പ്രശ്നം തീർന്നു.